ഹലോ ഗുഡ് പീപ്പിൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സാദിഖ്. ഇതെൻ്റെ ഒരു ട്രാവൽ വ്ളോഗ് ചാനലാണ്. ഞാനൊരു ബൈക്ക് എന്തൂസിയസ്റ്റാണ്. ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. സോ അതുപോലെ ഒരു ചെറിയൊരു ട്രാവലാണ്, ഒരു ജേർണി, ഒരു ട്രിപ്പ്. ഞാനൊരു ഡിസൈനറാണ്. സോ ഞാൻ ഇടയ്ക്ക് ബാംഗ്ലൂരിലോട്ട് പോകാറുണ്ട് എൻ്റെ ചില ക്ലയൻറ്റ് ഡിമാൻഡ് ചെയ്യുമ്പോൾ. ആക്ച്വലി ഞാനത് അവോയ്ഡ് ചെയ്യാനാണ് പതിവ്, ക്ലയൻറ്റ് പറയുന്നത്. പക്ഷേ ഈ സമയത്ത് എന്ന് പറയുന്നത് മഴ പെയ്തു. അപ്പോൾ ഞാൻ വാസ് ലൈക്ക് വെയിറ്റിംഗ് ഫോർ എ മൺസൂൺ ഡ്രൈവ്. പക്ഷേ വീട്ടിൽ നിന്ന് ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും റീസൺ പറഞ്ഞ് പെട്ടെന്ന് പോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടാസ്ക്. സോ പെട്ടെന്ന് എൻ്റെ ക്ലയൻറ്റ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു ബസ്സൊന്നുമില്ല, ടിക്കറ്റ്സ് ഒന്നുമില്ല, ഞാൻ ബൈക്ക് എടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഞാൻ കുറച്ചായിട്ടുള്ള റിസൈൻ ചെയ്തിട്ട് വാസ് ലൈക്ക് വർക്കിംഗ് ഇൻ ബാംഗ്ലൂർ ആയിരിക്കുമ്പോൾ എനിക്ക് വീട്ടിൽ പറയുമൊന്നും വേണ്ട. പെട്ടെന്ന് ഒരു ദിവസം പോകാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പാക്ക് ചെയ്യും, ഞാൻ പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്കും ഉപ്പാക്കും ഒരുപാട് കൺസേൺസ് ഉണ്ടാവുമല്ലോ. നമ്മൾ എവിടെ പോകും, എവിടെ നിൽക്കും, ആക്സിഡൻ്റ് ആവുമോ, അങ്ങനെ കുറേ പേടികൾ അതെല്ലാവർക്കും ഉണ്ടാവും. ഇറ്റ്സ് ക്വൈറ്റ് നോർമൽ. അവർ ഷൗട്ട് ചെയ്യാതിരിക്കുക, അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് വീട്ടിൽ ചേട്ടുക. ഞാൻ ആരും എൻകറേജ് ചെയ്യല്ല, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, സോ ഐ വിൽ ഷെയർ അബൌട്ട് ദിസ് ട്രിപ്പ്. ഇത് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്നൊരു ചാൻസ് കിട്ടി. ഞാൻ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങി. ബാംഗ്ലൂരിൽ എത്തിയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ നിന്ന് ചെറിയൊരു ട്രിപ്പ് അടിക്കാനായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, മേ ബി ഫോർച്ചുനേറ്റ്ലി, ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. ഞാൻ മൂന്നാർ പോകേണ്ടി വന്നു. സോ അതെന്തുകൊണ്ടെന്നല്ല ഞാൻ വഴിയെ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു മേഖലയിൽ പുതിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടധികം മിസ്റ്റേക്സ് ചെയ്യാൻ ചാൻസ് അല്ല, ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി ദെയർ. സോ അതുകൊണ്ട് ഇത് ചെയ്തതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും മേ ബി ഇത് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എനിക്ക് കുറേ ഇൻപുട്സ് തരാനുണ്ടാവും. സോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ലിങ്ക് ഞാൻ ചെയ്യാം, പിൻ ചെയ്ത് വെക്കാം. നിങ്ങളത് പോയി വിസിറ്റ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം, റിപ്ലൈ ഫോർ ദാറ്റ്. പിന്നെ വിൽ കണ്ടിന്യൂ. സോ ഞാൻ പോകുന്നത് ഊട്ടിയിൽ നിന്ന് പിന്നെ ബന്ദിപ്പൂർ, മസനഗുഡി, മൈസൂർ, ബാംഗ്ലൂർ, അങ്ങനെയാണ്. പക്ഷേ എനിക്ക് യാതൊരു വിധത്തിലുള്ള പ്ലാനില്ലായിരുന്നു ഇങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഊട്ടിയിൽ ഞാനൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ്ലി നത്തിങ്. ഐ വാസ് ലൈക്ക് വൈബിങ്. ഞാൻ നല്ല മഞ്ഞുണ്ടായിരുന്നു, ചെറിയ പൊടിമഴ ഉണ്ടായിരുന്നു. ഞാൻ എൻജോയ് ചെയ്ത് ഞാനത് ഓടിച്ചെടുത്തി. സോ നിങ്ങൾക്കിപ്പോൾ ചെറിയ ഡൗട്ട് ഉണ്ടാവും, എങ്ങനെ ഞാൻ ഗൂഡല്ലൂർ കഴിഞ്ഞ് ഊട്ടി കയറി ഇങ്ങോട്ട് ഇറങ്ങിയത്. അത് പോയിട്ടുള്ളവർക്കറിയാം, ചെറിയൊരു ട്രിക്ക് ഉണ്ട് അവിടെ. എനിക്കിവിടെ റോങ് മെസ്സേജ് ഒന്നും സ്പ്രെഡ് ചെയ്യേണ്ടതുകൊണ്ട് ഞാനവിടെ അത് പറയുന്നില്ല. പോണ വഴിക്ക് കുഞ്ഞു മാൻകൂട്ടങ്ങളെ കാണാം. ഓക്കെ, നിങ്ങളിപ്പോൾ ജസ്റ്റ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടിട്ടുണ്ടാകും. ഞാൻ ആക്ച്വലി കൂടുതൽ മൃഗങ്ങളെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. കാരണം മഴ പെയ്തല്ലേ. യൂഷ്വലി ഞാനിങ്ങനെ മഴ പെയ്ത ശേഷം പോകുമ്പോൾ ഒരുപാട് മൃഗങ്ങൾ ഇവിടെ ഉണ്ടാവും. പക്ഷേ എന്താണെന്നറിയില്ല, ഇന്നിവിടെ വെറും മാനുകൾ മാത്രമേ. ഐ വാസ് ഡിസപ്പോയിൻറ്റഡ്. പക്ഷേ ഓവറോൾ ട്രിപ്പ് ഞാൻ നോക്കുമ്പോൾ വിച്ച് വാസ് ബ്യൂട്ടിഫുൾ, ടു ബി ഹോണസ്റ്റ്. മൃഗങ്ങളൊന്നും കാണാൻ പറ്റിയില്ല, പക്ഷേ എനിക്ക് ഒരുപാട് മെമ്മറീസായി, ഒരുപാട് നല്ല എക്സ്പീരിയൻസായി. സോ കറൻ്റ്ലി ഞാനിപ്പോൾ കർണാടക ഫോറസ്റ്റിലൂടെ എൻ്റർ ചെയ്യാണ്. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ടെറൈൻ എങ്ങനെ മാറുന്നു, നേച്ചർ എങ്ങനെ മാറുന്നു, ക്ലൈമറ്റ് എങ്ങനെ ഡ്രാസ്റ്റിക്കലി മാറുന്നു. നമുക്കത് ലിറ്ററലി ഫീൽ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി നമ്മൾ സോളോ ആണ് പോകുന്നത് ഞാൻ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും സംസാരിക്കുന്നില്ല. ഞാൻ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ദിസ് നേച്ചർ ആൻഡ് റോഡ്, വാട്ട് ഇസ് ഹാപ്പനിങ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്കെല്ലാം ഒന്നും മിസ് ചെയ്യാതെ എല്ലാം കാണാൻ പറ്റും, നമുക്കെല്ലാം അറിയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കിരിക്കുന്ന ആളോട് ചുമ്മാ ഓരോന്നും വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും. അത് മോശമാണെന്നല്ല, പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന സോളോയാണ്. ബിക്കോസ് ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, കോളേജ് ടൈമിൽ എൻ്റെ ഫ്രണ്ട്സ് ആരും ഇതുപോലെ എൻ്റെ കൂടെ ഒപ്പം യാത്ര ചെയ്യാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ലൈക്ക് ചിലവർക്ക് ബൈക്കില്ലാത്തതുകൊണ്ടായിരുന്നു അവർ എന്തെങ്കിലും ലിഫ്റ്റ്, ലോറി, ട്രക്ക് അങ്ങനെ വിളിച്ച് പോകും. അവർക്ക് ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ടല്ലോ. വൈഷ്ണവ്, അബ്രാർ ഇപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം. എൻ്റെ കൂടെ പഠിച്ചവരാണ് അവർക്ക്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് അവരെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഐ എം സോ സോറി ഫോർ ദാറ്റ്. ഐ ഫെൽറ്റ് റിയലി ബാഡ് ആഫ്റ്റർ മൈ കോളേജ് ടൈം. ബിക്കോസ് എനിക്ക് എന്താ അറിയില്ല, അവരുടെ കൂടെ പോകാൻ തോന്നിയില്ല.
പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും 2 ചേട്ടന്മാർ അവിടെ വേസ്റ്റ് പൊറിക്കൊണ്ടിരിക്കുന്നത്. വളരെ മോശമാണ്. നമ്മളാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലിറ്ററലി നമ്മൾ, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്, ഓക്കെ, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ചുമ്മാ കാറ് പോയിക്കൊണ്ട് മിനറൽ വാട്ടർ, അതുപോലെ തന്നെ ലേസിൻ്റെ കവർ, നൂഡിൽസിൻ്റെ കവർ, ഇതെല്ലാം നമ്മൾ പുറത്തോട്ട് എറിയാണ്. വൈ? ഇതെല്ലാം ഇവിടെ കിടക്കും. നിങ്ങളിത് എറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതാ ചേട്ടന്മാർക്ക് പൊറുക്കേണ്ട കാര്യമില്ല, എടുത്ത് ചാക്കിലാക്കി കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതുപോലൊരു സ്ഥലത്ത് എത്രത്തോളം അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അവർ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഡോണ്ട് ഡു ദിസ്. ഇതുപോലൊരു സ്ഥലത്തല്ല എവിടെയും നിങ്ങൾ കൊണ്ടുപോയി പ്ലാസ്റ്റിക് ലിറ്റേഴ്സ് ഇടായിരിക്കുക. ക്യാരി ഇറ്റ് വിത്ത് യു. എവിടെയെങ്കിലും പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് ഡിസ്പോസ് ചെയ്യുക. ഓക്കെ, ഞാൻ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും പറയും, ഞാൻ ട്രിപ്പ് പോകുമ്പോൾ പ്ലീസ് ഡു ക്യാരി വാട്ടർ ബോട്ടിൽ. അവരൊക്കെ എന്നെ പുച്ഛിക്കും, ഇപ്പോഴും പുച്ഛിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകില്ല. ഉറപ്പായിട്ടും ലൈക്ക് സ്കൂൾ പീരീഡിൽ നമുക്ക് കിട്ടിയ ആ ഒരു നോളജിൻ്റെ പ്രശ്നമായിരിക്കും. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ്. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചുമ്മാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആവശ്യമുള്ളത് ഒന്നും അറിയില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതാണ് റിയാലിറ്റി. ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ ഞാൻ പഠിച്ചത് എൻ്റെ സ്കൂൾ ഡേയ്സിന് ശേഷമാണ്. കാരണം എനിക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ ട്രാവൽ ചെയ്യുന്നു, കുറേ ആൾക്കാരെ കാണുന്നു, ബാംഗ്ലൂർ പോയ നഗരത്തിൽ എനിക്ക് പോയി പഠിക്കാൻ പറ്റുന്നു. അതായത് എന്നെ ആരും പഠിപ്പിച്ചതെന്നല്ല, കുറേ കാര്യങ്ങൾ ഞാൻ എല്ലാം തികഞ്ഞെന്നല്ല പറഞ്ഞത്. ആക്ച്വലി കമ്പാരിറ്റീവ്ലി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ഞാൻ ചെയ്യാതിരിക്കുന്നതും മറ്റുള്ളവരോട് ഞാൻ അവരെന്നെ എത്ര കളിയാക്കിയാലും ഞാൻ അവരോട് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാൻകൂട്ടം കാണാൻ പറ്റുന്നുണ്ടാവും. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഗോപ്രോ 9 സൂം ചെയ്യാൻ ഹെൽമെറ്റിൽ വെച്ചിട്ട് എനിക്കറിയില്ല. അവിടെ ഒരു 1-2 ആൺമാനുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പെണ്ണുങ്ങളായിരിക്കും. അത് അവരുടെ കൂട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ചെറിയ മാനുകൾക്ക്, കൊമ്പുള്ള മാനുകൾക്ക് അവരുടെ കൊമ്പിൻ്റെ മേലെ ചെറിയ പൂപ്പൽ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും. അവരത് വലുതാകും തോറും അത് ഹാർഡായിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഞാൻ ഡെയിലി ഇതിൽ ട്രാവൽ ചെയ്ത് നോട്ടീസ് ചെയ്ത കാര്യങ്ങളാണ്. അതൊന്നും സത്യമാണ് അല്ലേ? എനിക്ക് ലൈക്ക് നമുക്കത് കാണുമ്പോൾ മനസ്സിലാകും ചെറിയ മാനുകൾ ചെറിയ സോഫ്റ്റ് ആയിരിക്കും. ഈ ഒരു ലേക്കാണ് അത്രയും മാനുകളെ ഇവിടെ കാണാനുള്ള റീസൺ. എന്ന് വെച്ചാൽ അവരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരും. എൻ്റെ ആക്സെൻറ്റ് കുറച്ച് പ്രശ്നമാണ്, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ ശരിയായിരിക്കും, ഞാൻ ശരിയാക്കും. എന്തെങ്കിലും സ്പീച്ച് തെറാപ്പി ടിപ്സുകളൊക്കെ യൂട്യൂബിൽ പോയി കണ്ട് ഞാൻ ശരിയാക്കും. ഞാൻ ഒരു മലപ്പുറംകാരനാണ്, അതിൻ്റേതായിട്ടുള്ള സ്ലാങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാകും. മലപ്പുറം നിങ്ങൾക്കറിയാലോ, ഞാനിപ്പോൾ മലപ്പുറം സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ലാങ്ങിന് അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊണൗൺസിയേഷൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല, അതാണ് എൻ്റെ ഒരു പ്രശ്നം. സോ എനിക്കറിയാവുന്ന മലയാളത്തിൽ മലയാളമാണ് ഞാൻ പറയുന്നത്, ഐ ഡോണ്ട് നോ, പക്ഷേ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്കിത് പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ്. സോ ഐ എം സോ സോറി ഫോർ ദാറ്റ്. സോ ഇവിടെ നിന്ന് ഞാൻ ലൈക്ക് ഈ ഒരു ഫോറസ്റ്റ് ഏരിയ ഞാനത് ഫിനിഷ് ചെയ്യാൻ പോകുന്നതാണ്. ഇവരുടെ കർണാടക ലൈക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് ടൂറിസം പ്രോഗ്രാംസ് ഉണ്ട്. ട്രെക്കിങ്, അതുപോലെ തന്നെ ഓഫ് റോഡിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഞാനത് പിന്നെ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലിടുന്നതാണ്. സോ നിങ്ങൾക്കിത് പെട്ടെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ടെറൈൻ മാറി. യു ആർ റൈറ്റ്. ഇപ്പോൾ ആക്ച്വലി നിങ്ങൾ നിൽക്കുന്നത് ഉഡ്മൽപേട്ട് കഴിഞ്ഞ് ഫോറസ്റ്റിലൂടെ ഞാൻ മൂന്നാർ വഴി എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉദുമൽപേട്ട് കഴിഞ്ഞിട്ട് അമരാവതി ഫോറസ്റ്റിലൂടെ. സോ ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നേരമാണ്. നമുക്ക് പെട്ടെന്നൊരു വണ്ടി ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ ലൈക്ക് പെട്ടെന്ന് പേടിയായി പോകും, സത്യം പറഞ്ഞാൽ. പിന്നെ ഇവരാരും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുണ്ട് സ്ഥലം പോലും തരില്ല. ഇവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ചെറിയ റോഡാണ്, അവർക്കും പേടിയുണ്ടാവും. കാറൊക്കെ സൈഡിലൂടെ എഡ്ജിലൂടെ ഇറങ്ങി കഴിഞ്ഞാൽ ലൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെയല്ല, കുറച്ചും ചെന്ന് കഴിഞ്ഞാൽ എഡ്ജൊക്കെ റോഡ് എഡ്ജസൊക്കെ വളരെ മോശമാണ്. അതുപോലെ തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ ശരിക്കും പറഞ്ഞ പേടിയാവും. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഓവർടേക്ക് ചെയ്യുന്നത്. ഞാൻ സാധാരണ ഇങ്ങനെ ഓവർടേക്ക് ചെയ്യില്ല, പക്ഷെ ഞാൻ ആകെ ടയർഡാണ്. ഇപ്പം മഴ പെയ്ത് പുതുമണ്ണെല്ലാം ഉറച്ചിട്ട് വലിയ പൊടിയായിട്ട് പാറി വരുന്നു, കണ്ണിലൊക്കെ വീണ് ഞാൻ ആകെ എക്സോസ്റ്റഡ് ആണ് ആക്ച്വലി. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഈ ബസ്സിനെ ഓവർടേക്ക് കൊണ്ട് നല്ല രീതിയിൽ ഹോൺ അടിക്കുന്നുണ്ട്, പക്ഷെ അത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആക്ച്വലി ഇപ്പോൾ മൈൻഡ് ചെയ്തു, പക്ഷേ ഇപ്പോൾ ഒരു ഹമ്പ് വരും.
എനിക്കതിൽ പോകാൻ പറ്റില്ല. ആ ഒരു ഹമ്പ് വരുമ്പോൾ നൈസായിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കെട്ടിക്കൊണ്ടു. ഇവിടെ ഞാൻ ബാക്ടീരിയ ഒന്ന് നൈസായിട്ടൊന്ന് സ്കിഡായി. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ലൈക്ക് രക്ഷപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് സ്കിഡായി. ഞാനത് അറിഞ്ഞു പോലില്ല, ജസ്റ്റ് സ്കിഡായി അങ്ങനെ അങ്ങ് പോയി, അത്രയേ ഉള്ളൂ. സോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു ഭൂപ്രകൃതി മാറുന്നത് നമുക്ക് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മെല്ലെ മെല്ലെ മലകൾ ഇങ്ങനെ അടുത്തുകൊണ്ട് വരും. നമുക്ക് മൂന്നാറിലോട്ട് നമ്മൾ അടുക്കുന്ന ഉള്ളിനുള്ളിൽ തന്നെ നമുക്ക് തോന്നും. കാരണം ചെറിയ തണുപ്പ് പോകുമ്പോൾ ഇപ്പോൾ ചെറിയ പൊടി മഴയൊക്കെ പെയ്യുന്നുണ്ട്. സോ അതാണ് ക്യാമറയുടെ മേലെ ഒരു വെള്ളത്തുള്ളി നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണും, അവിടെ നിന്ന് ബ്ലറായിട്ടുണ്ട്. ലൈക്ക് ഞാൻ കുറച്ച് ദൂരം ജാക്കറ്റൊക്കെ അഴിച്ചിട്ട് കൂട്ടി, പക്ഷേ എനിക്ക് തോന്നി അത് റിസ്ക് ആണെന്ന്. വൈ? ബിക്കോസ് അവരൊക്കെ വരുന്നത് ആ ഒരു രീതിയിലാണ്. ഒരു രീതിയിൽ അവർ ബോധേടല്ല. എന്നെ തട്ടിയാലും അവർ നിർത്താതെ പോകുന്ന കാര്യത്തിൽ എനിക്ക് ഏകദേശം ഉറപ്പായി. ബിക്കോസ് ഞാൻ വന്ന വഴിക്ക് എന്ന് വെച്ചാൽ ഞാൻ സേലം ഏറോഡ്, അത് കഴിഞ്ഞിട്ട് ഉടുമ്പൽപേട്ട ആ വഴിയാണ്. ഹൈവേസ് ഒക്കെ എൻ്റെ ദൈവമേ, എനിക്ക് ക്യാമറ വെക്കാൻ പോലും തോന്നിയില്ല. കാരണം അത്രത്തോളം അരോചകമായിരുന്നു ഒരു ഡ്രൈവിങ്, എസ്പെഷ്യലി ട്രക്ക് ഡ്രൈവേഴ്സിൻ്റെ. ഒരു കുറേ നേരം ലെഫ്റ്റ്, അത് കഴിഞ്ഞ് റൈറ്റ്, അവരെങ്ങനെയൊക്കെയാണ് ഹെവി വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ അവർ ട്രാക്കിലൂടെ ബൈക്ക് ഓടിക്കുന്ന പോലെ ഓടിക്കുന്നത്, പേടിയാകും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിന്നാർ വാച്ച് ടവറിന് ശേഷമുള്ള പാമ്പാർ റിവറാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ റിവർ. ഞാനിവിടെ കുറച്ച് നേരം ഇരുന്ന് റിലാക്സ് ചെയ്തു. ആ ഒരു വാട്ടർഫാൾസിൻ്റെ സൗണ്ട് എല്ലാം കേട്ട് ഇവിടെ ഇരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫീൽ. പക്ഷേ കുറേ നേരം ഇരുന്നപ്പോൾ എനിക്ക് തോന്നി ഞാനിപ്പോൾ ഓവർടേക്ക് ചെയ്ത് ആ ട്രക്കും ബസ്സല്ല രണ്ടാമത്തെ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഓവർടേക്ക് ചെയ്യേണ്ടി വരും. ഇറ്റ്സ് എ ടാസ്ക്. അതുപോലെ തന്നെ റിസ്ക്കിയാണ്. പിന്നെ ഈ റോഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണും, റൈറ്റ് സൈഡിൽ മല കട്ട് ചെയ്തിട്ടാണ് റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ കൊക്കയാണ്. കല്ലുരുണ്ട് വരാൻ ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് പോകുന്നു. ഞാനിപ്പോൾ മൂന്നാറ് ടച്ച് ചെയ്തു. ഹോം ആക്ച്വലി കേരളം. എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട് ഇവിടുന്ന് കുറേ ദൂരെയാണ്, ഒരു 400 കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരെയാണ്. പക്ഷേ ഐ ഡോണ്ട് നോ വൈ ഐ ആം ഫീലിംഗ് ഹോം. ദ നേച്ചർ. ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ ഞാൻ ആ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ വെച്ച് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ മൈ ഗോഡ്, ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കാണും മരങ്ങളുടെ ആ ഒരു സ്ട്രക്ചർ, പിന്നെ അതുപോലെ തന്നെ ഇലകളുടെ കളറുകൾ, മഞ്ഞയും ചുവപ്പുമായിട്ടുള്ള ഇലകൾ. ബ്യൂട്ടിഫുൾ, ലിറ്ററലി ബ്യൂട്ടിഫുൾ. ചുമ്മാ പെയിൻറ് ചെയ്ത് വെച്ച പോലെയുണ്ട് ആക്ച്വലി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആ പുതുമണ്ണിൻ്റെ ഒരു വാസനയുണ്ട് ഇവിടെ മൊത്തം ഉണ്ട്. അത് പിന്നെ ആ ഒരു ചായ ഇലയുടെയൊക്കെ ഒരു സ്മെല്ല്. നിങ്ങൾ ശരിക്കും മൺസൂൺ ഡ്രൈവ് പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോകണം. ഇപ്പോൾ മഴയൊന്നും തണുത്തുണ്ട്. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പോലും ഈ ഒരു വീക്കും ഐ തിങ്ക് മഴ കുറവായിരിക്കും. ന്യൂസിലൊക്കെ വരുന്നുണ്ട് നല്ല ശക്തമായ മഴ വരുമെന്നൊക്കെ. ബട്ട് ഐ ഫീൽ ചെറിയ മഴയും അത് കഴിഞ്ഞിട്ട് വെയിലൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ ഈ പോകുന്ന വഴിക്ക് ഒരുപാട് റൈഡേഴ്സിനെ കണ്ടു. അവരുടെ കൂടെ ഞാൻ ചായ കുടിച്ചു. റിപ്പിൾ ടീ എന്ന് പറഞ്ഞിട്ട് ഒരു ടീ സ്റ്റാളുണ്ട്, അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഐ വാസ് നോട്ട് പ്രിപ്പയർഡ്. കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഗോ വാച്ച്. പിന്നെ ഇവിടെ നല്ല രീതിയിൽ കോർണർ ചെയ്യുന്ന കുറേ ആൾക്കാരെ കണ്ടു ഞാൻ. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ഓക്കെ, എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രാക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ട്രാക്ക് ചെയ്യുകയും ചെയ്യും, അല്ല അതിനുള്ള സ്പേസ്. ഞാൻ ചുമ്മാ അമ്മാവൻ വഴി പറയല്ല കേട്ടോ. ബിക്കോസ് നിങ്ങൾ മാത്രമല്ല ഈ ഒരു റോഡിൽ ട്രാവൽ ചെയ്യുന്നത്. നിങ്ങൾ ട്രാക്കിൽ വെച്ചിട്ട് കോർണറും റേസും അതുപോലെ തന്നെ വീലിംഗ് എല്ലാം ചെയ്യുമ്പോൾ അത് സേഫ് ആയിരിക്കും. യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ലൈഫ്. ഇവിടെ വരുമ്പോൾ അത് അങ്ങനെയല്ല. ഓക്കെ, സോ ഡ്രൈവ് റെസ്പോൺസിബിളി. ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. പുതിയ കുറച്ച് കണ്ടന്റുമായിട്ട് ഉടനെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കുറേയധികം നല്ല വിഷ്വൽസും ചെറിയ ഓഫ് റോഡിങ്ങും കുറേയധികം വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. Until then, bye-bye. Thanks for watching and please do subscribe and support. Have a great day. Bye-bye.